ഹിന്ദു വിവാഹമോചനം ഹിന്ദു മാരേജ് ആക്ട് 1955 സെക്ഷൻ 13 അനുസരിച്ചാണ് നടപ്പിലാക്കുന്നത്. ഹിന്ദു നിയമപ്രകാരം ഒരു വിവാഹമോചനം നടക്കണമെങ്കിൽ നടന്ന വിവാഹം ഹിന്ദുമത നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. വിവാഹമോചനത്തിന് പല മാർഗങ്ങളുണ്ട്. അതിലൊരു മാർഗമാണ് അനൽമെന്റ് ഓഫ് മാരേജ് അഥവാ വിവാഹം റദ്ദ് ചെയ്യൽ. വിവാഹം റദ്ദ് ചെയ്യാൻ കഴിയുന്നത് വിവാഹം കഴിഞ്ഞ് 1 വർഷ കാലയളവിനകമായിരിക്കണം. വിവാഹം റദ്ദ് ചെയ്താൽ നടന്ന വിവാഹം വിവാഹമായി പരിഗണിക്കുന്നതല്ല. മറ്റൊരു രീതിയാണ് മ്യൂച്വൽ ഡിവോഴ്സ്. പരസ്പര സമ്മതത്തോടുകൂടി വിവാഹമോചനം നേടുക. വിഷയങ്ങൾ കോടതിക്ക് പുറത്ത് സെറ്റിൽ ചെയ്ത് ഒരു ധാരണയുണ്ടാക്കുന്നു. ഇത്തരത്തിലൊരു ധാരണയുടെ അടിസ്ഥാനത്തിൽ കോടതിയിൽ നിന്ന് മ്യൂച്വൽ ഡിവോഴ്സ് നേടുന്നു. വിവാഹമോചനത്തിനുള്ള മറ്റൊരു മാർഗമാണ് കണ്ടസ്റ്റിംഗ് ഡിവോഴ്സ്. ഓരോ മതത്തിലും അതിൻ്റേതായ വ്യക്തി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവാഹമോചനത്തിനായി കോടതിയെ സമീപിക്കേണ്ടത്. ഹിന്ദു വിവാഹമോചനം ഹിന്ദു മാരേജ് ആക്ട് 1955 സെക്ഷൻ 13 അനുസരിച്ചാണ് നടപ്പിലാക്കുന്നത്. ഹിന്ദു നിയമപ്രകാരം ഒരു വിവാഹമോചനം നടക്കണമെങ്കിൽ നടന്ന വിവാഹം ഹിന്ദുമത നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഹിന്ദു വ്യക്തി നിയമത്തിലെ വിവാഹത്തിനുള്ള നിബന്ധനകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. വിവാഹിതരാകുന്ന സ്ത്രീയും പുരുഷനും ഹിന്ദുക്കളായിരിക്കണം. വിവാഹ സമയത്ത് പുരുഷന് 21 വയസ്സും സ്ത്രീക്ക് 18 വയസ്സും തികഞ്ഞിരിക്കണം. ഇരു കക്ഷികൾക്കും മറ്റൊരു ഭാര്യയോ ഭർത്താവോ ഉണ്ടായിരിക്കാൻ പാടില്ല. 2 പേരിൽ ഒരാളോ 2 പേരും തന്നെ വിവാഹിതരാണെങ്കിൽ അവരുടെ സ്പൗസിൽ നിന്ന് വിവാഹമോചനം നേടിയവരോ സ്പൗസ് മരണപ്പെട്ടു പോയതോ ആയിരിക്കണം. മറ്റൊന്ന്, സഹോദര ബന്ധം പോലെ പ്രൊഹിബിറ്റഡ് റിലേഷനിൽപ്പെട്ടവരായിരിക്കരുത്. എന്നാൽ കസ്റ്റം അനുവദിക്കുന്ന ബന്ധമാണെങ്കിൽ നിയമപരമായും അനുവാദമുണ്ടായിരിക്കുന്നതാണ്. മറ്റൊന്ന്, ഇൻസെയിൻ ആയിരിക്കരുത്. വിവാഹം നടത്താൻ അനുമതി നൽകാൻ കഴിവില്ലാത്ത മെൻ്റലി ഡിസേബിൾഡായ ആളായിരിക്കരുത്. സബിൻഡ റിലേഷനിൽപ്പെട്ട ബന്ധവും അനുവദിക്കുന്നതല്ല. അമ്മയുടെ ജനറേഷനിൽപ്പെട്ട അമ്മ, അമ്മയുടെ അമ്മ തുടങ്ങിയ 3 ജനറേഷനിൽപ്പെട്ടവരുമായുള്ള വിവാഹബന്ധവും അച്ഛൻ്റെ ജനറേഷനിലെ അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ തുടങ്ങി 5 ജനറേഷനിൽപ്പെട്ടവരുമായുള്ള വിവാഹബന്ധവും അനുവദനീയമല്ല. ഹിന്ദു വിവാഹവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഹിന്ദു കസ്റ്റം അനുസരിച്ചുള്ള ചടങ്ങുകളായിരിക്കണം നടത്തേണ്ടത്. ഇത്തരത്തിൽ ആചാരപ്രകാരമാണ് വിവാഹം നടത്തുന്നതെങ്കിൽ അത് വാലിഡാണ്. ആചാരപ്രകാരം നടന്ന വിവാഹത്തിൻ്റെ ഡോക്യുമെൻറ്റ്സ് സൂക്ഷിച്ചു വയ്ക്കേണ്ടതാണ്. ഇത്തരത്തിൽ നടത്തിയ വിവാഹം രജിസ്റ്റർ ചെയ്തില്ല എന്ന കാരണത്താൽ അത് വിവാഹമല്ലാതായി തീരുന്നില്ല. വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത് എന്തിനാണ് തുടങ്ങിയ വിവരങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൂടി കാണുക. ഇത്തരത്തിലുള്ള ഒരു വിവാഹം വേർപെടുത്തണമെങ്കിൽ കോടതിയെ സമീപിക്കേണ്ടതാണ്. വിവാഹബന്ധം വേർപെടുത്തുന്നതിനാവശ്യമായ ഗ്രൗണ്ടുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. അതിൽ പ്രധാനപ്പെട്ടത് അഡൾട്ടറിയാണ്. ഭാര്യയോ ഭർത്താവോ മറ്റൊരു പുരുഷനുമായോ സ്ത്രീയുമായോ വോളണ്ടറിയായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. അഡൾട്ടറി നിയമപരമായി ഡീക്രിമിനലൈസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് പരസ്പര സമ്മതത്തോടുകൂടിയുള്ള സെക്ഷൽ റിലേഷൻ ശിക്ഷാർഹമല്ലാതായിരിക്കുന്നു. എന്നാൽ വിവാഹമോചനത്തിനുള്ള ശക്തമായ ഒരു ഗ്രൗണ്ടാണത്. അതിന് ഡയറക്റ്റ് ആയതോ സർക്കംസ്റ്റാൻഷ്യൽ ആയിട്ടുള്ളതോ ആയ എവിഡൻസ് ഹാജരാക്കേണ്ടതുണ്ട്. മറ്റൊന്ന് ക്രൂവൽറ്റിയാണ്. അത് ശാരീരികമോ മാനസികമോ ആകാം. ഭാര്യയിൽ നിന്ന് ഭർത്താവിനോ ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്കോ ഉണ്ടായാൽ കോടതിയെ സമീപിക്കാവുന്നതാണ്. അടിക്കുക, തൊഴിക്കുക തുടങ്ങിയ മർദ്ദന രീതികളാണ് ഫിസിക്കലായ ക്രൂവൽറ്റി. അസഭ്യം പറയുക, അപവാദം പറയുക, യാതൊരു ബന്ധവുമില്ലാത്ത വ്യക്തിയെ ചേർത്ത് മോശമായി പറയുക, മാസങ്ങളോളം സഹകരിക്കുന്നതിൽ നിന്നും സംസാരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കുക തുടങ്ങിയവയെല്ലാം മെൻ്റൽ ക്രൂവൽറ്റിയിൽപ്പെട്ടതാണ്. മറ്റൊന്നാണ് ഡെസേർട്ട് ചെയ്യുക. പരാതി നൽകുന്നതിന് മുമ്പ് 2 വർഷക്കാലമായി ഉപേക്ഷിച്ച് പോവുക. യാതൊരു കാരണവുമില്ലാതെ അനുവാദമില്ലാതെ മാറി താമസിക്കുക. അതായത് കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ലെപ്രസി ഒരു ഗ്രൗണ്ട് ആണെങ്കിലും ഇന്ന് അത്തരം റിപ്പോർട്ടുകൾ വളരെ വിരളമാണ്. മറ്റൊന്ന്, തുടർച്ചയായുള്ള മാനസിക രോഗങ്ങൾ. സാധാരണയായുള്ള ഡിസോർഡർ ഈ ഗണത്തിൽപ്പെടുന്നതല്ല. ഗൗരവമുള്ളതും ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ വ്യക്തമാക്കിയിട്ടുള്ളതുമായിരിക്കണം. മറ്റൊരു ഗ്രൗണ്ടാണ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. HIV പോലെ പടരുന്ന വെനറൽ ഡിസീസ് ഉണ്ടായിരിക്കുക. എന്നാൽ പരാതി നൽകിയ ആളിൽ നിന്നാണ് ഈ അസുഖം പകർന്നതെങ്കിൽ അതിന്മേൽ പരാതി നൽകാൻ കഴിയുന്നതല്ല. മറ്റൊന്ന്, റിനൗൺസ് ദ വേൾഡ്. പൂർണ്ണമായും ഒരു ആത്മീയതയിലേക്ക് പോകുക.
വൈവാഹിക ജീവിതം ഉപേക്ഷിച്ച് സന്യാസ ജീവിതം തിരഞ്ഞെടുക്കുക. മറ്റൊരു ഗ്രൗണ്ടാണ് സ്വന്തം മതം ഉപേക്ഷിച്ച് മറ്റൊരു മതം തിരഞ്ഞെടുക്കുക. ഇവിടെ തൻ്റെ ഭാര്യയുടെ അല്ലെ ഭർത്താവിൻ്റെ സമ്മതത്തോടെയും അറിവോടെയും ആണെങ്കിൽ മറ്റൊരു പ്രശ്നമുണ്ടാകുന്നതല്ല. മറ്റൊരു ഗ്രൗണ്ടാണ് പ്രിസംഷൻ ഓഫ് ഡെത്ത്. മരിച്ചതായി കണക്കാക്കുക. തൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ 7 വർഷമായി കാണാതാകുകയും ആള് ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചതാണോ എന്ന് അറിയാത്ത അവസ്ഥ. മറ്റൊന്ന് ജുഡീഷ്യൽ സെപ്പറേഷനോ റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോഞ്ചിങ്കൽ റൈറ്റോ കോടതി അനുവദിക്കുകയും നിശ്ചിത കാലയളവ് കഴിഞ്ഞിട്ടും പരസ്പരം യോജിപ്പിലെത്താൻ കഴിയാതാകുക. ഇത്തരത്തിൽ ഏത് ഗ്രൗണ്ട് ഉണ്ടായാലും അഗ്രീവ്ഡ് പാർട്ടിക്ക് വിവാഹമോചനത്തിനായി കോടതിയെ സമീപിക്കാവുന്നതാണ്. സ്ത്രീകൾക്ക് മാത്രമായുള്ള ചില ഗ്രൗണ്ടുകളുണ്ട്. ഭർത്താവിനെ റേപ്പിൻ്റെ പേരിൽ, പ്രകൃതി വിരുദ്ധ ലൈംഗികതയുടെ പേരിൽ, മൃഗങ്ങളുമായുള്ള ലൈംഗികതയുടെ പേരിൽ കോടതി കുറ്റക്കാരനായി കാണുകയും ശിക്ഷ വിധിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈനൽ ജഡ്ജിമെൻറ്റിന്മേലാണ് വിവാഹമോചനത്തിനായി കോടതിയെ സമീപിക്കാൻ കഴിയുന്നത്. വിവാഹം റദ്ദ് ചെയ്യാൻ ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ എന്തിനാണ് ഡിവോഴ്സിന് വേണ്ടി ശ്രമിക്കുന്നത്? റദ്ദ് ചെയ്യുക എന്നാൽ വിവാഹം അസാധുവാക്കുക എന്നാണ്. അതായത് വിവാഹത്തിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് വ്യക്തികൾ എത്തിച്ചേരുന്നു. നടന്ന വിവാഹം വാലിഡ് അല്ലാത്തതിനാൽ അവരെ ഡൈവോഴ്സി എന്ന പദമല്ല പ്രയോഗിക്കുന്നത്, മറിച്ച് സിംഗിൾ, അൺമാരീഡ് എന്നൊക്കെയാണ്. മറ്റൊന്ന്, റദ്ദ് ചെയ്യുമ്പോൾ പരസ്പരമുള്ള ബാധ്യതകൾ ഉണ്ടായിരിക്കുന്നതല്ല. അതിൽ കുട്ടികളുണ്ടെങ്കിൽ ആ വിഷയം മാത്രമായിരിക്കും പിന്നീട് പരിഗണിക്കപ്പെടുക. വിവാഹമോചനം പോലെ ഏതെങ്കിലും ഒരു കാലത്ത് നടക്കുന്ന ഒന്നല്ല. വളരെ അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് റദ്ദ്. വിവാഹബന്ധം റദ്ദ് ചെയ്യുന്നതിനാവശ്യമായ പ്രധാനപ്പെട്ട ഗ്രൗണ്ടുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഭാര്യയ്ക്ക് വേറൊരു ഭർത്താവ് ഉണ്ടാവുകയോ ഭർത്താവിന് വേറൊരു ഭാര്യ ഉണ്ടാവുകയോ അവർ ജീവിച്ചിരിക്കുന്നതായിട്ടോ മനസ്സിലാക്കിയാൽ, അതുപോലെ പ്രായപൂർത്തിയാകാത്ത സമയത്തുള്ള വിവാഹം, വിവാഹശേഷം ഇത് പ്രൊഹിബിറ്റഡ് റിലേഷനിൽ പെട്ടതാണെന്ന് കക്ഷികൾക്ക് ബോധ്യം വന്നാൽ, അതായത് ബ്ലഡ് റിലേഷൻ പോലെ. മറ്റൊന്ന്, വാലിഡ് കൺസെൻറ്റ് കൊടുക്കാൻ കഴിയാത്ത വിവാഹമാണെങ്കിൽ, മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ സ്വാധീനത്തിലാണ് കൺസെൻറ്റ് കൊടുത്തതെങ്കിൽ ഫോഴ്സ് ചെലുത്തിയുള്ള വിവാഹവും ഈ ഗണത്തിൽപ്പെടുന്നതാണ്. അതുപോലെ ചതിപ്രയോഗത്തിലൂടെ വിവാഹബന്ധം നടത്തുക, ഉദ്യോഗസ്ഥയാണെന്നോ ഉദ്യോഗസ്ഥനാണെന്നോ തെറ്റിദ്ധരിപ്പിക്കുക, ഇളയ കുട്ടിയെ കാണിച്ച് മൂത്ത കുട്ടിയെ കെട്ടിക്കുക എന്ന പ്രയോഗം പോലെയുള്ള ചതി നടക്കുക. മറ്റൊന്ന്, വിവാഹ സമയത്ത് സ്ത്രീ ഗർഭിണിയായിരിക്കുക, പകരുവാൻ സാധ്യതയുള്ള ലൈംഗിക രോഗങ്ങളുണ്ടായിരിക്കുക, മാനസിക ആരോഗ്യമില്ലാത്ത ആളാണെന്ന് തിരിച്ചറിയുക, അതുപോലെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശേഷിയില്ലാത്ത ആളാണെന്ന് ബോധ്യപ്പെടുക തുടങ്ങിയ കാരണങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാവുന്നതാണ്. നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക. മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.